അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ആഖിറസമാനിലെ ചട്ടിച്ചോറുകളാണ്. അല്ലാഹുവേ, റബ്ബായ നിന്നിലേക്ക് ഞങ്ങൾ നീട്ടിയ കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ആരോടൊരു വകയില്ലാത്ത, ആരോടൊരു വിദ്വേഷമില്ലാത്ത, ആരോടൊരു വെറുപ്പില്ലാത്ത നല്ല സലീമായ ഖൽബിന്റെ ഉടമകളായി അല്ലാഹുവേ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് ടെൻഷനുകൾ ഉള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, വേദനകളുള്ളവരുണ്ട്, മാരകമായ ക്യാൻസർ രോഗമുള്ളവരുണ്ട്, ന്യൂമോണിയയും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വെരിക്കോസും യൂറിക് ആസിഡും സോറിയാസിസുമായി വേദനിക്കുന്നവരുണ്ട്. മക്കളെ ഓർത്ത് കരയുന്ന എത്ര ഉപ്പമാരാണ്, എത്ര ഉമ്മമാരാണ്. എന്റെ മകന്റെ സ്വഭാവം ഒന്ന് നന്നായിരുന്നുവെങ്കിൽ, എന്റെ മകളുടെ സ്വഭാവം ഒന്ന് നന്നായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ച് മക്കളെ ഓർത്ത് കരയുന്ന എത്ര എത്ര ഉമ്മമാരാണ്. എല്ലാത്തിനും പരിഹാരം നിന്റെ അടുക്കലുണ്ടല്ലോ, സർവ്വത്തിനും നിന്റെ പരിഹാരത്തിന്റെ വഴികൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹുവേ. മാരകമായ ഒരു രോഗവും തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങളിൽ രോമകൂപങ്ങളിലോ രക്തധമനികളിലോ ശരീരത്തിന്റെ കിഡ്നിയിലോ കരളിലോ മാരകമായ വല്ല രോഗത്തിന്റെയും അണുക്കളുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മായിച്ചു കളയണേ അല്ലാഹ്. ഏതെങ്കിലും റോഡ് സൈഡിൽ നമുക്ക് വേണ്ടി പിരിവെടുക്കേണ്ടി വരുന്ന, ഏതെങ്കിലും വാട്സപ്പ് കൂട്ടായ്മകളിൽ നമുക്ക് വേണ്ടി പിരിവെടുക്കേണ്ടി വന്ന് ചികിത്സിക്കേണ്ടി വരുന്ന ഒരു മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്, ഒരു അവസ്ഥയും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹ്. അത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വഭാവത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിലെ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചെറുപ്രാണിയായിരുന്നെങ്കിൽ ഞാൻ അത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വഭാവത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിലെ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചെറുപ്രാണിയായിരുന്നെങ്കിൽ ഞാൻ
റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ വാണില്ല. മദീനയിൽ ജനിക്കാനുള്ള അവസരമുണ്ടായില്ല. തന്റെ നേത്രങ്ങളെ കൊണ്ട് ഹബീബായ തങ്ങളുടെ കാണാൻ അഴകുള്ള പൊന്നാര പൂമുഖം സ്വഹാബത്ത് കണ്ടതുപോലെ കാണാൻ നമുക്ക് അവസരം ലഭിച്ചില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിലെ ഒരു മെമ്പറായില്ല. ഓ ഭാവിക്കരയിലെ സുറത്ത് നഗറിലെ നല്ലവരായ മുത്തുമോമിനീങ്ങളെ, മുത്തുമോമിനാത്തുകളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, ഹൃദയാന്തരങ്ങളിൽ കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു എനിക്ക് മക്കയിലും മദീനയിലും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും സ്വഹാബത്തിലും മെമ്പറായും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാഹു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അല്ലാഹു നമ്മളെ ഒരു മെമ്പറാക്കിയില്ലേ. അല്ലാഹു നമുക്കിനി ആ മെമ്പറായി മുഅ്മിനായി തന്നെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അവസാന സമയം നീ നന്നാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ. മുഅ്മിനായി ജീവിപ്പിച്ചവൻ നീയാണ്. ഇനി മുഅ്മിനായി ഞങ്ങൾക്ക് മരിക്കണം. അല്ലാഹ് അതിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കണം. അതാണ് നമ്മുടെ ഈ മഹത്തായ പരിപാടി കൊണ്ടെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ മുറാദ്. അതാണ് ഈ മഹത്തായ സൂറത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന സംഘം അൽഹംദുലില്ലാഹ് അവരുടെ നേതൃത്വത്തിലായി നടന്ന ഈ പരിപാടി, ആ പരിപാടിയുടെ ഭാഗമായി അവര് ഒരുപാട് മുറാദുകൾ മനസ്സിൽ കരുതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അല്ലാഹു നല്ല നിലയ്ക്ക് ഹാസിലാക്കി കൊടുക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇരിക്കണം, എഴുന്നേറ്റ് പോകരുത്. ദുആ കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട സമാപന ദുആയിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് അല്ലാഹുവിനോട്